ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തേർഡ് സെമസ്റ്റർ BSc ബോട്ടണി ഡിഗ്രി പ്രോഗ്രാമിൽ നമുക്ക് പഠിക്കാനുള്ള ബോട്ടണീൻ്റെ കോർ പേപ്പറിൻ്റെ സിലബസും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പേപ്പർ തേർഡ് സെമസ്റ്ററിൽ നമുക്ക് ബോട്ടണി കോർ പേപ്പർ ഏതാണെന്ന് വെച്ചാൽ ഫൈക്കോളജി, ബ്രയോളജി ആൻഡ് ടെറിഡോളജിയാണ് നമ്മുടെ കോർ പേപ്പർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം 60 മാർക്കിനാണ് നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത്. 60 മാർക്കിനാണ് എക്സാം. 2 മണിക്കൂറാണ് ടൈം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് വരുന്ന 3 പാർട്ട്. എ പാർട്ടിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ബി പാർട്ടിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും സി പാർട്ടിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ആണ് വരുന്നത്. ഇതിൽ എ പാർട്ടിൽ 12 ക്വസ്റ്റ്യൻ ഉണ്ടാവും. മൊത്തത്തിൽ 12 ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. അത് നമ്മുടെ ഇഷ്ടമാണ്. 12ഉം അറ്റൻഡ് ചെയ്യുന്നവർക്ക് 12ഉം അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ 10 എഴുതിയാലും മതി. 10 എണ്ണത്തിൻ്റെ മാർക്കേ കിട്ടുള്ളൂ. അതായത് സീലിംഗ് ഉണ്ട്. 20 മാർക്കാണ് സീലിംഗ് വരുന്നത്. അപ്പോൾ 12 ക്വസ്റ്റ്യൻ ഉണ്ടാവും. സീലിംഗ് ആ ഒരു എ പാർട്ടിൻ്റെ സീലിംഗ് വരുന്നത് 20 മാർക്കാണ്. ബി പാർട്ടിൽ 7 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 5 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യൻ ഉണ്ടാവും. സീലിംഗ് വരുന്നത് 30 മാർക്കാണ് ടോട്ടൽ. അതിൽ എത്ര ക്വസ്റ്റ്യൻ എഴുതിയാലും മാക്സിമം നമുക്ക് കിട്ടാൻ പോകുന്നത് 30 മാർക്കായിരിക്കും. പിന്നെ സി പാർട്ടിൽ വരുന്നത് 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിന് സീലിംഗ് ഇല്ല. അതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അങ്ങനെ ടോട്ടൽ 60 മാർക്കാണ് നമ്മുടെ പേപ്പറിന് വരുന്നത്. ഇതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ ആണ് ഫൈക്കോളജിയിൽ നിന്ന് ചോദിക്കുക. 2 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ ആണ് ബ്രയോളജിയിൽ നിന്ന് വരുന്നത്. 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ ആണ് ടെറിഡോളജിയിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈക്കോളജിയിൽ നിന്ന് 2 ക്വസ്റ്റ്യനും ബ്രയോളജിയിൽ നിന്ന് 2 ക്വസ്റ്റ്യനും ബാക്കി 3 ക്വസ്റ്റ്യൻ ടെറിഡോളജിയിൽ നിന്നാണ് വരുന്നത്. ഇനി 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ നിന്നായിരിക്കും വരിക. 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ എഴുതുക. അതിൽ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ചിലപ്പോൾ ഫൈക്കോളജിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ബ്രയോളജിയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ടെറിഡോളജിയിൽ നിന്നായിരിക്കാം. അതിലേതെന്ന് വേണമെങ്കിലും വരാം. അപ്പം ഏകദേശം ഈ ഫൈക്കോളജിക്ക് ഏകദേശം ഒരു 30 മാർക്കിൻ്റെ അടുത്ത് 30 മാർക്കോളം ഉണ്ടായിരിക്കും ഫൈക്കോളജിക്ക്. ബ്രയോളജിയിൽ നിന്ന് ഏകദേശം ഒരു 26 മാർക്ക്. ടെറിഡോളജിയിൽ ഏകദേശം ഒരു 33 മാർക്കൊക്കെയാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് ടെറിഡോളജിക്കാണ്. അതുപോലെ തന്നെ ടെറിഡോളജിക്കും ഫൈക്കോളജിക്കാണ് കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത്. പിന്നെ 26 മാർക്കിൻ്റെ അടുത്താണ് ബ്രയോളജിയിൽ നിന്ന് വരുന്നത്. ഇതൊരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ളൊരു കാൽക്കുലേഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് വരുന്ന ആ ഒരു 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഇല്ലേ, അത് നമുക്ക് ഏത് നിന്ന് വേണമെങ്കിലും വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പം ഫൈക്കോളജിയിൽ നിന്ന് തന്നെ 2 മാർക്ക് ആ 2 ക്വസ്റ്റ്യനും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും കൂടുതൽ പ്രയോറിറ്റി. ഓക്കെ, അങ്ങനെ ആണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും വരുന്നത്. ഇനി നമുക്ക് സിലബസിലേക്ക് കടക്കാം. സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈക്കോളജി ഫസ്റ്റത്തെ പോർഷൻ എന്താണ്? ഫൈക്കോളജിയാണ്. ഫൈക്കോളജിയിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ താലസ് സ്ട്രക്ചർ, പിഗ്മെൻറ്റ്സ്, റീപ്രൊഡക്ഷൻ അതൊക്കെയാണ് വരുന്നത്. പിന്നെ ആൽഗേൻ്റെ ലൈഫ് സൈക്കിൾ, പിന്നെ ആൽഗേൻ്റെ ക്ലാസിഫിക്കേഷൻ, ഫ്രിച്ചിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1935 ക്ലാസിഫിക്കേഷനാണ് പഠിക്കാനുള്ളത്. പിന്നെ വരുന്നത് ജനറൽ ഫീച്ചേഴ്സ്, ഒക്കറൻസ്, താലസ് സ്ട്രക്ചർ, റീപ്രൊഡക്ഷൻ, ലൈഫ് സൈക്കിൾ ഓഫ് ദ ടൈപ്സ് ഏതൊക്കെ? സയനോഫൈസിയ, ക്ലോറോഫൈസിയ, സാന്തോഫൈസിയ, ബാസിലാറിയോഫൈസിയ, ഫിയോഫൈസിയ, റോഡോഫൈസിയ. ഇതിൻ്റെയൊക്കെ ഒക്കറൻസും താലസ് സ്ട്രക്ചറും റീപ്രൊഡക്ഷനും ലൈഫ് സൈക്കിളും ഒക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ വരുന്ന ലാസ്റ്റത്തെ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ആൽഗേൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. അതിൻ്റെ ആൽഗേൻ്റെ യൂസും അതുപോലെ തന്നെ ഹാംഫുൾ എഫക്ട്സും 2 കാര്യങ്ങളും നമ്മൾ എക്കണോമിക് ഇമ്പോർട്ടൻസിൽ നോക്കും. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ആൽഗയിൽ പഠിക്കാനുള്ളത് നമ്മൾ പറയുമ്പോൾ അത്രയേ ഉള്ളൂ, പക്ഷേ അത്യാവശ്യം ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത പോർഷൻ വരുന്നത് ബ്രയോളജിയാണ്. ബ്രയോളജിയിൽ നമുക്ക് എന്തൊക്കെയാണുള്ളത്? ഇതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ, ജനറൽ ക്യാരക്ടേഴ്സ്, പിന്നെ ക്ലാസിഫിക്കേഷൻ, സ്റ്റോട്ട്ലർ ആൻഡ് സ്റ്റോട്ട്ലർ ക്ലാസിഫിക്കേഷൻ 2008. പിന്നെ വരുന്നത് റിക്സിയ, ആന്തോസെറോസ്, ഫ്യുനേറിയ. ഇതിൻ്റെയൊക്കെ മോർഫോളജി, അനാട്ടമി, റീപ്രൊഡക്ഷൻ, ലൈഫ് സൈക്കിൾ,
ഡിസ്ട്രിബ്യൂഷൻ, അഫിനിറ്റീസ്, അതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ബ്രയോഫൈറ്റ്സിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ഫോസിൽ ബ്രയോഫൈറ്റ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പിന്നെ പഠിക്കാനുള്ളത്, ബ്രയോളജിയിൽ പഠിക്കാനുള്ളത്. ബ്രയോളജി നമുക്കറിയാം ഏകദേശം 26, മാക്സിമം എത്ര കിട്ടും, ഒരു 10 കൂടി കൂട്ടിയാൽ 36 വരെ കിട്ടും. അത് ഓരോ ടൈമിൽ ഏതാണ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് അതിനനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് ഇതിനാണ്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ടെറിഡോഫൈറ്റ്സിനും അതുപോലെ തന്നെ ടെറിഡോളജിക്കും ഫൈക്കോളജിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഇനി വരുന്നത് ടെറിഡോളജിയാണ് എന്ന് കരുതി ബ്രയോളജി ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത്. കൂടുതൽ പ്രയോറിറ്റി ഫൈക്കോളജിക്കും ടെറിഡോളജിക്കും കൊടുക്കുക, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ടെറിഡോളജിയിൽ ഇതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ, ജനറൽ ക്യാരക്ടേഴ്സ്, ക്ലാസിഫിക്കേഷൻ, സ്മിത്ത് et al. ക്ലാസിഫിക്കേഷനാണ് ഒരു ബ്രീഫ് ഔട്ട്ലൈൻ മാത്രം മതി. പിന്നെ വരുന്നത് സെലാജിനെല്ല, സൈലോട്ടം, ഇക്വിസിറ്റം, ടെറിസ്, ഇതിൻ്റെയൊക്കെ മോർഫോളജി, അനാട്ടമി, റീപ്രൊഡക്ഷൻ, ലൈഫ് സൈക്കിൾ, അഫിനിറ്റീസ്, ഇതൊക്കെയാണ് ഉള്ളത്. ഡെവലപ്മെൻറ്റൽ ഡീറ്റെയിൽസ് ആവശ്യമില്ല, എത്രയാണ് ആ ഒരു കാറ്റഗറിയിൽ പഠിക്കാനുള്ളത്. പിന്നെ എന്താണ് അപ്പോഗമി, അപ്പോസ്പോറി, ടെറിഡോഫൈറ്റ്സിലുള്ള അപ്പോഗമി എന്താണ്, അപ്പോസ്പോറി എന്താണ്, ടെറിഡോഫൈറ്റ്സിലുള്ള സ്റ്റീലാർ എവല്യൂഷൻ, പിന്നെ ഹെട്രോസ്പോറി ആൻഡ് സീഡ് ഹാബിറ്റ്, ടെറിഡോഫൈറ്റ്സിൻ്റെ അഫിനിറ്റീസ്, എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ടെറിഡോഫൈറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെറിഡോളജിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സിലബസും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും. അപ്പം ഓരോ പോർഷനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ പഠിക്കണം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം, ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.